കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ എൻ്റെ ഒരു സുഹൃത്ത് ഒരു വീഡിയോ ലിങ്ക് അയച്ചെന്നു. മലയാളത്തിലെ ഒരു ഹെയ്റ്റ് യൂബറായിട്ടുള്ള വിദ്വേഷ യൂട്യൂബറായിട്ടുള്ള ആരിഫ് ഹുസൈൻ്റെ ചാനലിൽ എൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ടൊരു വീഡിയോ, ബാസിൽ വിളിച്ചപ്പോൾ എന്നുള്ളതാണ് അതിൻ്റെ ടൈറ്റിലും. അതേപോലെ തന്നെ എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. സംഭവം നോക്കുമ്പം ഞാനല്ല വിളിച്ചത്, വേറെ ഒരാളുമായിട്ട് സംസാരിക്കുന്ന ആ വീഡിയോക്ക് എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടൊരു തംബ്നെയിലും ടൈറ്റിലൊക്കെ കൊടുത്തിട്ട് വീഡിയോ ഇട്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ നോക്കുമ്പോൾ വേറെയും എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഞാനുമായി സംസാരിക്കുന്നു എന്ന് വരുത്തി തീർക്കുന്ന രൂപത്തിലുള്ള വീഡിയോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് സംഭവം എന്താ വെച്ചാൽ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. അതെന്താ, ഒന്ന് വരുത്തി തീർക്കാൻ സ്വന്തം ഫാൻസിൻ്റെ മുമ്പിൽ, സ്വന്തം മണ്ടന്മാരായ അണികളുടെ മുമ്പിൽ ഒന്ന് വരുത്തി തീർക്കാൻ ഞങ്ങൾ ഇവരുമായിട്ടൊക്കെ എൻഗേജ് ചെയ്യുന്നുണ്ട്, അൺമാസ്കിങ് അനോമലീസുമായിട്ടൊക്കെ എൻഗേജ് ചെയ്യുന്നുണ്ട്, അവരുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ വരുത്തി തീർക്കാൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു വൃഥാശ്രമം. ആ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം നമ്മളെല്ലാം സംസാരിക്കുന്നത് നല്ലത്, പക്ഷേ നമ്മളായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു ഡ്യൂപ്പിനെ വെച്ചൊക്കെ സംസാരിക്കേണ്ടുന്ന ഒരു ഗതികേടിലേക്കാണ് ഇവർ പോകുന്നത്. കാരണം നമ്മൾ വളരെ നേരിട്ട് തന്നെ അവരുടെ ചാനലിലേക്ക് പോയിട്ടുണ്ട്, നമ്മളുടെ ചാനലിലേക്ക് ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ തെളിവുകൾ സഹിതം എന്താണ് അപ്പോഴൊക്കെ സംഭവിച്ചത് എന്നുള്ളത് ഈ വീഡിയോയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് വിശദീകരിക്കാം. അപ്പോൾ ഇതിൽ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് സ്വന്തം ഫാൻസിൻ്റെ മുമ്പിൽ ഇങ്ങനെയൊക്കെ വരുത്തി തീർക്കാൻ. കാരണം ഞാനിങ്ങനെ എൻ്റെ ഫാൻസിനോട് മാത്രം, അല്ലെങ്കിൽ ഞാൻ ഏർപ്പാടാക്കുന്ന ആൾക്കാരോട് മാത്രമല്ല ഇങ്ങനെ ഫോണും വിളിച്ച് സംസാരിക്കുന്നത്. അതേപോലെ തന്നെ കുറച്ച് ഈ ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാഥമിക ധാരണകളൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ആൾക്കാർ വിളിക്കുന്നത് മാത്രമല്ല ഉള്ളത്. ഞങ്ങൾ ഇങ്ങനെയുള്ള ഈ അൺമാസ്കിങ് അനോമലീസിനൊക്കെ എൻഗേജ് ചെയ്യുന്നുണ്ട് എന്ന് സ്വന്തം അണികളെ ഒന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടാണ് അവിടെ. അങ്ങനെയൊക്കെ വല്ലാതെ കഷ്ടപ്പെടുന്ന ഈ വ്യക്തിക്ക് ഞങ്ങളൊരു ഓഫർ കൂടി, നേരിട്ട് തന്നെ സംവദിക്കാനുള്ള ഒരു ഓഫർ കൂടി ഈ വീഡിയോയുടെ അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇവരുടെ ചാനലിലേക്ക് അങ്ങോട്ട് പോയിട്ട് സംവദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഏതോ ഫോണ് അപ്ലോഡ് ചെയ്ത് നമ്മളായിട്ട് സംവദിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിൻ്റെ ഇടയിൽ അതാദ്യം ഓർമ്മ വേണമല്ലോ. അതായത് നമ്മുടെ അൺമാസ്കിങ് അനോമലീസിൻ്റെ ഒരു പ്രതിനിധിയായിക്കൊണ്ട് ഷുക്കൂർ വരിക്കോടൻ, നമ്മുടെ ചാനലിലൊക്കെ ഉണ്ടാവാറുള്ള ഷുക്കൂർ വരിക്കോടൻ ഈ വ്യക്തിയുടെ ചാനലിലേക്ക് അങ്ങോട്ട് പോയി സംവദിച്ചിട്ടുണ്ട്. അതെങ്ങനെ, അതിൻ്റെ കഥകൾക്ക് ഇദ്ദേഹത്തിൻ്റെ സ്ഥിരം ഒരുപാട് ഉടായ്പകളും കാര്യങ്ങളൊക്കെ അതിലും നടന്നിട്ടുണ്ടെന്ന് വെച്ചാൽ, ഷുക്കൂർ വരിക്കോടൻ എന്ന് പറയുന്ന വ്യക്തിയോട് അദ്ദേഹത്തിൻ്റെ സമ്മതമോ അദ്ദേഹത്തിൻ്റെ ഡേറ്റോ സമയമോ ഒന്നും ചോദിക്കാതെ ഒറ്റയടിക്ക് ഒരു ദിവസം ഒരു ലൈവ് ഷെഡ്യൂൾ ചെയ്യുക. ഷുക്കൂർ വരിക്കോടൻ പങ്കെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ലൈവ് ഷെഡ്യൂൾ ചെയ്യുക. അവിടേക്ക് പോകേണ്ട ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം തന്നെ ഇല്ല, പക്ഷേ കിട്ടിയ അവസരമാണല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം പോകുന്നു. എന്നിട്ട് ആ ലൈവിൽ പോയി അദ്ദേഹം പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഒരു മാന്യമായൊരു സംവാദ ഫോർമാറ്റ് നമുക്ക് വേണം, കൃത്യസമയം നിശ്ചയിച്ചുകൊണ്ട്, രണ്ടു കൂട്ടർക്കും കൃത്യസമയം നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു സംവാദം വേണം എന്ന് ആവശ്യപ്പെടുകയാണ്. ആ ആവശ്യത്തോടുള്ള പ്രതികരണം എന്താണ് എന്നുള്ളത് കൂടി നിങ്ങൾ ആദ്യം കാണുക. ഒന്ന് 1-to-1 ആയിരിക്കണം സംസാരിക്കുന്നത്, ഒരാൾ മാത്രമായിരിക്കണം എന്നോട് സംസാരിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചോദ്യം ചോദിക്കാൻ ഒരാൾക്ക് 3 മിനിറ്റ് ഉണ്ടാകും, ഉത്തരം നൽകാൻ 5 മിനിറ്റ്. അതേപോലെ അതിന് ഉപചോദ്യമായിട്ട് 3 മിനിറ്റ്, വീണ്ടും അതിനുള്ള ഉത്തരത്തിന് 5 മിനിറ്റ്. നമ്മൾ സ്ഥലം മാറിപ്പോയി, ചാനൽ എൻ്റെ തന്നെയല്ലേ, ചാനൽ ആരുതായാലും ഷുക്കൂർ നേരെ വിഷയത്തിലേക്ക് വരൂ. ഇത് ഇവിടുത്തെ രീതി ഇങ്ങനെയാണ്, ഇത് പറ്റുമെങ്കിൽ ഷുക്കൂർ മുന്നോട്ട് പോവുക, ഷുക്കൂറിന് പറയാനുള്ള കാര്യങ്ങൾ നേരെ ചോദിക്കുക. ഇവിടെ ഫ്രീ സ്റ്റൈലാണ്. ആണല്ലേ, ഇത് ചാനൽ മാറിപ്പോയി. ശരിയാണ്, ചാനൽ മാറിപ്പോയിട്ടുണ്ട്. അദ്ദേഹം എന്തേ പറഞ്ഞിട്ടുള്ള ഒരു മാന്യമായൊരു സംവാദ ഫോർമാറ്റ്, അതിപ്പോൾ 3-5 എന്നുള്ളത് ഇനിയിപ്പോൾ 2-4 ആക്കാം, അല്ലെങ്കിൽ ഏത് സമയം നമുക്കത് സമയം നിശ്ചയിക്കുക, ഇത്രേ ഉള്ളൂ. കൃത്യസമയം നിശ്ചയിച്ചുകൊണ്ടായിരിക്കണം, സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇടപെടാൻ പാടില്ല. ഇങ്ങനെയുള്ള കുറച്ച് വ്യവസ്ഥകൾ പിന്നെയും മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ കൃത്യസമയം നിശ്ചയിച്ച് ഇപ്പുറത്തെ ഭാഗത്ത് ഒരാളാണെങ്കിൽ അപ്പുറത്തെ ഭാഗത്തും ഒരാളായിരിക്കണം സംസാരിക്കേണ്ടത്. ഇത് വളരെ മാന്യമായൊരു സംവാദമായിരിക്കണം, അത്രേ ഉള്ളൂ. അവിടെ പറയുന്നത് ഇവിടെ ഇതിൻ്റേതായ രീതിയുണ്ട്, ഇവിടെ ഇതേ നടക്കുള്ളൂ, അത് വേണമെങ്കിൽ സംവദിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അതുതന്നെയാണ് നമ്മൾ പറഞ്ഞത്, ഒരു മാന്യമായൊരു സംവാദത്തിനുള്ള സംവാദത്തിനുള്ളൊരു സ്ഥലമേ അല്ലാതെ ഈ വ്യക്തിയുടെ ചാനൽ എന്ന് പറയുന്നത് അത് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അതുപോലെ തന്നെ പരിഹാസത്തിൻ്റെയും മാത്രം സ്ഥലമാണ്. അവിടെ ഒരിക്കലും ഒരു മാന്യമായൊരു സംവാദം നടക്കൂല. അത് ഈ ഷുക്കൂർ വരിക്കോടൻ പോയപ്പോൾ മാത്രമൊന്നുമല്ല, രാഹുൽ ഈശ്വർ പോയപ്പോൾ നമ്മൾ കണ്ടതാണ്. മണിക്കൂറുകളോളം ഈ വ്യക്തി ഇരുന്ന് സംസാരിക്കുക, രാഹുൽ ഈശ്വറിന് സമയം കൊടുക്കുന്നില്ല. അവസാനം രാഹുൽ ഈശ്വർ കിട്ടുന്ന 2 മിനിറ്റിലാണ് വലിയൊരു തട്ടിപ്പ് പുറത്ത് വിളിച്ച് ആകെ മൊത്തത്തിൽ പ്ലിങ് ആയി പോയത്. അത് നമ്മൾ വേറെ കണ്ടതാണ്. അപ്പോൾ എനിവേ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഈ ചാനലിൽ ഈ വ്യക്തിയുടെ ചാനലിൽ ഇത് നടക്കൂല. അത് ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് ഇങ്ങനെയൊക്കെ മാന്യമായൊരു സംവാദത്തിനായിരിക്കണമെന്ന് പറഞ്ഞിട്ട് അത് അംഗീകരിക്കാഞ്ഞിട്ട് പോലും ഷുക്കൂർ സാഹിബ് എന്ത് ചെയ്യാണ്, പിന്നെയും സംസാരിക്കാൻ ശ്രമിക്കുകയാണ്, കാര്യങ്ങൾ വ്യക്തമാക്കാൻ ശ്രമിക്കുകയാണ്. ഓരോ സമയത്തും ഓരോ പോയിന്റ് പറയുമ്പോൾ അപ്പോഴേക്ക് ഇടപെടും. അദ്ദേഹത്തിൻ്റെ വോയിസ് കുറച്ച് കൂട്ടി വെക്കും, ബാക്കിയുള്ളവരത് കുറച്ച് വെക്കും. എന്നിട്ട് ഓരോ പോയിന്റ് പറയുമ്പോഴും അപ്പോഴേക്ക് ഇടപെട്ട് ഒന്നും സംസാരിക്കാൻ തയ്യാറാവാതെ, അല്ലെങ്കിൽ ഒന്നും സംസാരിക്കാൻ അനുവദിക്കാതെ മുന്നോട്ട് പോയി. എന്നിട്ടും ഒരുപാട് സമയം, ഏകദേശം ഒരു 40 മിനിറ്റോളം
വീണ്ടും ശ്രമിച്ചോക്കാണ് ഇയാളായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് സംവദിക്കാൻ. കാരണം ഇയാളുടെ മണ്ടൻ അണികളുടെ മുമ്പിൽ ഇയാൾ കേവലം ഏതെങ്കിലും ഒരു അഡ്രസ്സും ഇല്ലാത്ത ആൾക്കാരുമായിട്ട് ഇങ്ങനെ സംവദിച്ച് പോകുക എന്നുള്ളതിനപ്പുറത്ത് കാര്യമായി എന്തെങ്കിലും ഒന്ന് തിരിച്ചു പറയുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി വീണ്ടും ശ്രമിക്കുകയാണ്. അങ്ങനെ 40 മിനിറ്റോളം ശ്രമിച്ചിട്ട് പിന്നെ അവസാനം സംഭവിച്ചെന്താണെന്നറിയോ? ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുള്ള കഥയാണ് പറയുന്നത്. അവസാനം സംഭവിച്ചെന്താ വെച്ചാൽ ഇദ്ദേഹത്തിന് ഒരു കാര്യമായൊരു കാര്യത്തിന് മറുപടി പറയാൻ ഇയാൾക്ക് കഴിയൂല. എന്നിട്ട് അവസാനം ഒരു പോൾ ഇടുകയാണ്, ഷുക്കൂർ ബി ഗിവൺ മോർ ടൈം, ഷുക്കൂറിന് സമയം കൊടുക്കേണ്ടതുണ്ടോ എന്ന്. എന്നിട്ട് ഇയാളുടെ അണികൾ, ഈ സംഘപരിവാറിൻ്റെയും അതേപോലെ തന്നെ ഈ വെറുപ്പുൽപാദകൻ്റെയും ഫാൻസ് ആയിട്ടുള്ള ഈ വ്യക്തി, അയാളുടെ അണികൾ പറയണ 70% ആൾക്കാർ സമയം കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്ത് ചെയ്യണം, പുറത്താക്കുകയെന്ന് പറഞ്ഞിട്ട് അവസാനം കുറച്ച് ഡയലോഗ് അടിച്ച് പുറത്താക്കുകയാണ്. ഈ ഷുക്കൂറിനെ പോലെയുള്ള ആളുകളോട് നമുക്ക് പറയുന്നത് വേറെ വല്ല പണിക്കും പോയിക്കൂടെ എന്നാണ് നമുക്ക് ചോദിക്കണം. അപ്പോൾ ഏതായാലും ഇനി നമ്മൾ സമയം കളയുന്നില്ല. നമ്മൾ പറഞ്ഞ 3 മിനിറ്റും 4 മിനിറ്റും ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഷുക്കൂർ ബൈ ബൈ, കാണാം. ഓക്കെ, അതെ, വെറുതെ സമയം കളയാനില്ല. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. അത് അങ്ങോട്ട് ഇതന്നെ ഒരു കൃത്യമായ വ്യവസ്ഥ നിശ്ചയിച്ചിട്ടുള്ള സംവാദമൊന്നുമല്ല. ഒരാളോട് സമ്മതം ചോദിക്കാതെ ലൈവ് ഷെഡ്യൂൾ ചെയ്യുക, എന്നിട്ടും അവിടേക്ക് പോവുക, എന്നിട്ട് മാന്യമായൊരു സംവാദത്തിന് അവസരം ചോദിക്കുക, എന്നിട്ട് അത് പറ്റൂല എന്ന് പറയാം, എന്നിട്ടും സംവദിക്കാൻ ശ്രമിക്കുക, എന്നിട്ടും ഓരോ സമയത്തും ഇടപെട്ടിട്ടും അവസാനം എന്ത് ചെയ്യാണ്, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇനി സമയമില്ല എന്ന് പറഞ്ഞിട്ട് മണിക്കൂറുകളോളം ഒരു കാര്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാനും വെറുപ്പുണ്ടാക്കാനും ഒരു സമയപ്രശ്നവും. പക്ഷേ ഷുക്കൂർ സാഹിബ് വന്നിട്ട് ഒരു കുറച്ച് പോയിന്റുകൾ പറയുമ്പോഴേക്ക് ഇനി സമയമില്ല എന്ന് പറഞ്ഞ് പുറത്താക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. എന്നിട്ട് നമ്മൾ ഈ സംഭവം നടന്ന അന്ന് തന്നെ നമ്മുടെ ചാനലിൽ ലൈവ് നമ്മൾ എന്ത് ചെയ്തു, അപ്പോൾ ആ ലൈവ് എൻഡ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ ലൈവ് വെച്ചു. എന്നിട്ട് ഷുക്കൂർ സാഹിബ് അടക്കം വന്നുകൊണ്ട് നമ്മൾ പറഞ്ഞു, ശരി, ഈ വ്യക്തിയുടെ ചാനലിൽ മാന്യമായ സംവാദം നടക്കൂല എന്നുള്ളത് ഇദ്ദേഹം തന്നെ ഉറപ്പിച്ചു പറഞ്ഞു. ഇത് ഇവിടെ ഇങ്ങനെ സംഭവിക്കുള്ളൂ, ഇവിടെ മാന്യമായ സംവാദ ഫോർമാറ്റ് നടക്കൂല എന്ന് പറഞ്ഞല്ലോ, അത് പ്രഖ്യാപിച്ചു. ഓക്കെ, അത് അയാളുടെ സ്വാതന്ത്ര്യമാണ്. ഒരു പിന്നെ കക്കൂസും കുഴിയിൽ നിന്ന് നമുക്ക് സുഗന്ധം പ്രതീക്ഷിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള വെറുപ്പും വിദ്വേഷവും മാത്രമുള്ളൊരു സ്ഥലത്ത് മാന്യമായ സംവാദം പോസിബിൾ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ എന്തായാലും അത് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് നമ്മൾ പറഞ്ഞു, ഞങ്ങളുടെ ചാനൽ അങ്ങനെയല്ല, ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, നിങ്ങളുടെ ചാനലിൽ മാന്യമായ സംവാദവും സമയം നിശ്ചയിച്ചുകൊണ്ടുള്ള സംവാദവും നടക്കൂലെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ അത് പോസിബിളാണ്. അതുകൊണ്ട് കൃത്യമായ സമയം നിശ്ചയിച്ച്, ഇദ്ദേഹത്തിന് ഒരു 5 മിനിറ്റ് ആണെങ്കിൽ ഞങ്ങൾക്കും 5 മിനിറ്റ്, കൃത്യം സമയം നിശ്ചയിച്ചുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഇടപെടാത്ത രൂപത്തിലുള്ളൊരു ലൈവ് ഇപ്പോൾ തന്നെ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ലൈവ് ലിങ്ക് എന്ത് ചെയ്തു, നമ്മൾ പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഈ വ്യക്തിക്കടക്കം സ്വാഗതം പറഞ്ഞുകൊണ്ട് നമ്മൾ ലൈവ് കണ്ടക്ട് ചെയ്തു. ആ ലൈവ് എൻഡ് ചെയ്യുന്നത് വരെ ഏകദേശം 2 മണിക്കൂർ നമ്മൾ ലൈവിൽ കാത്തിരുന്നു, വന്നില്ല. എന്നിട്ട് നമ്മൾ പറഞ്ഞു, ഈ ലൈവിൽ വരാത്തതുകൊണ്ട് ഇനി രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട, ഇനിയും ഏത് ദിവസമാണെന്നുണ്ടെങ്കിലും നമ്മൾ അതിന് തയ്യാറാണ്. ലൈവായി നമ്മുടെ ചാനലിൽ അത് തയ്യാറാണ്. അത് നിങ്ങളുടെ ചാനലിൽ പറ്റൂല, നിങ്ങൾ പ്രഖ്യാപിച്ചതാണ്, ഞങ്ങളുടെ ചാനലിൽ പറ്റും എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. കൃത്യസമയം നിശ്ചയിച്ച് അതിൻ്റെ ഇടയിൽ ഇടപെടാത്ത രൂപത്തിൽ 2 കൂട്ടർക്കും തുല്യ സമയം വെച്ചുകൊണ്ടുള്ള ഒരു ഫോർമാറ്റ് നമ്മൾ മുന്നോട്ട് വെക്കുന്നു, അതിലേക്ക് ക്ഷണിക്കുന്നു. ഒരു രക്ഷയില്ല എന്നുവെച്ചാൽ നേരിട്ടുള്ള സംവാദം അങ്ങോട്ട് പോയിട്ടും നടക്കുന്നില്ല, ഇങ്ങോട്ട് വിളിച്ചിട്ടും വരാൻ തയ്യാറാവാത്ത, അതിന് ധൈര്യം കാണിക്കാത്ത ആളുകളാണ് ഇങ്ങനെയുള്ള ആളുകൾ എന്നുള്ളത് സാധാരണക്കാർ മനസ്സിലാക്കണം. ചില ആൾക്കാരൊക്കെ വിചാരിക്കുക ഇവരായിട്ടൊന്നും സംവദിക്കാൻ നമ്മൾ ശ്രമിക്കുന്നേ ഇല്ല, അതിനുള്ള ശ്രമം നടത്തുന്നില്ല എന്നാണ്. പക്ഷേ നമ്മൾ കൃത്യമായിട്ട് അങ്ങോട്ട് പോയിട്ട് ശ്രമിച്ചു, അവിടെ നടക്കൂല എന്ന് അവർ പ്രഖ്യാപിച്ചു, ഇങ്ങോട്ട് ക്ഷണിച്ചു, എന്നിട്ടും ഒരു രക്ഷയില്ല. എന്നിട്ട് അവസാനം ഞങ്ങൾ എന്ത് ചെയ്തു, കൃത്യമായ വീഡിയോസ് ഇറക്കിക്കൊണ്ട് തന്നെ സംവാദ ക്ഷണങ്ങൾ നടത്തി. നമ്മൾ പറഞ്ഞത്രേ ഉള്ളൂ, കൃത്യസമയമായിരിക്കണം, അതിൻ്റെ ഇടയിൽ ഇടപെടാൻ പാടില്ല, അങ്ങനെയുള്ള മാന്യമായ സംവാദങ്ങൾ ഞങ്ങളുടെ ചാനലിൽ പോസിബിളാണ്, ഞങ്ങളുടെ ചാനലിലേക്ക് ക്ഷണിച്ചു എന്ന് മാത്രമല്ല ഞങ്ങൾ പറഞ്ഞു, ഏത് വിഷയമാണെന്നുണ്ടെങ്കിലും ആ വിഷയങ്ങൾക്ക് 2 പ്രതലങ്ങൾ വേണം, ഒരു ബാലൻസ്ഡ് ഡിബേറ്റ് ആയിരിക്കണം. നമ്മുടെ ചാനലിൻ്റെ മുമ്പുള്ള വീഡിയോസ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ബാലൻസ്ഡ് ഡിബേറ്റ് എന്താണെന്നൊക്കെ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പുറത്ത് ഇസ്ലാമാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ നാസ്തികത, അല്ലെങ്കിൽ എന്താണോ ആ ആശയങ്ങൾ തമ്മിലായിരിക്കണം സംവാദങ്ങൾ നടക്കേണ്ടത്. അങ്ങനെയുള്ള കൃത്യമായ ബാലൻസ്ഡ് ഡിബേറ്റ് ഫോർമാറ്റുകളും കാര്യങ്ങളും അതിൻ്റെ വിഷയങ്ങളും ഒക്കെ നമ്മൾ മുന്നോട്ട് വെച്ചു. അദ്ദേഹത്തിന് ഏത് വിഷയമാണോ ധൈര്യം തോന്നുന്നു ആ വിഷയത്തിൽ സംവദിക്കാമെന്ന രൂപത്തിൽ നമ്മൾ സംവാദ വിഷയങ്ങളടക്കം കൃത്യമായ ബാലൻസ്ഡ് ആയിട്ടുള്ള സംവാദ വിഷയങ്ങളടക്കം മുന്നോട്ട് വെച്ചു. അതിനോട് ഇയാളുടെ പ്രതികരണം, അതിനോട് ഞങ്ങൾ അന്ന് നടത്തിയിട്ടുള്ള പ്രതികരണവും കൂടി നിങ്ങൾ കേട്ടോളൂ. ഇയാൾ പറയാണ്, ഞാൻ പറയുന്ന കുറച്ച് രീതിയുണ്ട്, അതിൽ സംവദിക്കുകയാണെങ്കിൽ മാത്രമേ വരുള്ളൂ, അല്ലാതെ ഞാൻ വരൂല, ഞാൻ തോറ്റു എന്ന് കൂട്ടിക്കോളൂ എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞ ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, നേരിട്ട് സംവദിക്കാൻ തയ്യാറാവാത്ത, അതിന് ധൈര്യം തോന്നാത്ത ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഡ്യൂപ്പിനെ വെച്ചിട്ടും ഫോട്ടോ ഇട്ടിട്ടും അതേപോലെ തന്നെ അങ്ങനെ സംവദിക്കുന്നു വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള വിഫലമായ ശ്രമങ്ങൾ നടത്തുന്നത് എന്നുള്ളത് ഓർമ്മിക്കണം. ഇദ്ദേഹം ഞങ്ങൾ അന്ന് വെച്ച സംവാദ ക്ഷണത്തോട് പ്രതികരിക്കുന്നത് കേട്ടോളൂ. ഇനി വെല്ലുവിളിച്ച് നടക്കണ്ട, നിങ്ങൾ വെല്ലുവിളിക്കാൻ നിങ്ങൾക്ക് മുട്ടുമ്പോൾ നേരെ ആ വീഡിയോ പോയി നോക്കാം, എന്താണ് എങ്ങനത്തെ വെല്ലുവിളി നടത്തിയാലാണ് ആരിഫ് വരിക എന്നുള്ളത് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ആ വെല്ലുവിളി നടത്തുക, അതായത് ഞാൻ എങ്ങനെയുള്ള വെല്ലുവിളിയാണ് സ്വീകരിക്കുക എന്ന് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതിൽ നോക്കിയിട്ട് വിളിക്കുക, അങ്ങനെ വിളിച്ചാൽ മാത്രമേ ഞാൻ വരുള്ളൂ. ഞങ്ങൾ അന്നേ പറഞ്ഞു, ഞങ്ങൾക്ക് ഇയാളുമായിട്ട് സംവദിക്കാൻ വേണ്ടി മുട്ടി നിൽക്കുമെന്നല്ല, അല്ലേ,
ഇയാളാണ് വലിയ കാര്യമാതിരി സംവദിക്കാനുണ്ട്, അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് വലിയ വീരവാദവുമായിട്ട് വരുന്നതും, അതേപോലെ തന്നെ ഈ ഫോൺ വിളിച്ചിട്ട് സംവദിക്കും. ഇവിടെ ഇത്രയും ടെക്നോളജി വളർന്ന നേരിട്ട് വീഡിയോ ഓണാക്കി സംവദിക്കാൻ പറ്റുന്ന ഈ കാലഘട്ടത്തിൽ ഫോൺ വിളിക്കണത്രേ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നേരിട്ട് വീഡിയോ ഓണാക്കിക്കൊണ്ട് 10,000ങ്ങളുടെ മുമ്പിൽ നമുക്ക് സംസാരിക്കാമല്ലോ, ഓൺലൈൻ ആയിക്കൊണ്ടുള്ള അതിനുള്ള സംവിധാനങ്ങൾ ഒരുപാടുണ്ടല്ലോ. നമ്മൾ ക്ഷണിച്ചപ്പോൾ പറയാണ് എന്നെ എങ്ങനെ വിളിച്ചാൽ വരും എന്നുള്ളത് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതിൽ പോയി നോക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് ഇത്രയും ധൈര്യമില്ലാത്ത ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ഉഡായിപ്പ് പരിപാടികളായിട്ട് നടക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും വെല്ലുവിളി നടത്തിയാൽ അങ്ങനെ വന്ന് സംവാദത്തിന് വന്ന് തലവെച്ച് തരേണ്ട കാര്യം എനിക്കില്ല, അതിന് സമയമില്ല. അതുകൊണ്ടാണ് ഈ പറയുന്നത്. കൃത്യമായിട്ട് ഇസ്ലാം അത് വെച്ചിട്ട് നിങ്ങൾ വിളിച്ചാൽ വരും, ഇല്ലാന്നുണ്ടെങ്കിൽ വരില്ല. ഇപ്പൊ തന്നെ തോറ്റു നിങ്ങൾ സമ്മതിച്ചോ? തോറ്റു തന്നു, ഓക്കെ. നിങ്ങൾ ഒന്നേ തീരുള്ളൂ. ഞങ്ങളൊരു സംവാദത്തിന്റെ റിക്വസ്റ്റ് ഒന്നും അല്ല തന്നത്, എങ്ങനെയെങ്കിലും ഒന്ന് സംവാദത്തിന് വരുമോ എന്നല്ല ചോദിച്ചത്. ധൈര്യം ഉണ്ടെങ്കിൽ, പറയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉറപ്പുണ്ടെങ്കിൽ സംവാദത്തിന് വാങ്ങാൻ പറഞ്ഞത്. അത് ഉറപ്പുണ്ടെങ്കിൽ വന്നാൽ മതി, ധൈര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി. അപ്പോൾ നമ്മൾ അന്ന് തന്നെ പ്രതികരിച്ചതാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു റിക്വസ്റ്റ് എന്നല്ല പറഞ്ഞത്, കൃത്യമായ ആശയങ്ങൾ നമ്മൾ പറഞ്ഞൊരു ബാലൻസ്ഡ് ഡിബേറ്റ് ആയിരിക്കണം. ഒരു ഭാഗത്ത് ഇസ്ലാമാണെന്നുണ്ടെങ്കിൽ മറുഭാഗത്ത് നാസ്തികത, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണോ പ്രതിനിധീകരിക്കുന്നത്, ഇനി സംഘപരിവാറിനാണോ പ്രതിനിധീകരിക്കുന്നത് അത് പറഞ്ഞാൽ മതി. ഓക്കെ, ഏത് ആശയമാണെന്ന് പറയാം. രണ്ട് ആശയങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്ന ബാലൻസ്ഡ് ആയിട്ടുള്ള വിഷയമായിരിക്കണം. ഇതാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. ഈ ദിവസം വരേക്കും അതിന് തയ്യാറായിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ടോ പിന്നെ കുറച്ച് സംവാദ വെല്ലുവിളി എന്ന് പറഞ്ഞിട്ട് ഇയാൾ കുറച്ച് സാധനങ്ങൾ അടിച്ചിറക്കുക. എന്നിട്ട് എന്താ, അത് ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം, എന്ന് വെച്ചാൽ നാസ്തികതയോ അല്ലെങ്കിൽ ഇയാളുടെ ആശയമോ ചോദ്യം ചെയ്യപ്പെടാത്ത വിഷയത്തിൽ അള്ളാഹു ദൈവമാണോ? ഒന്ന് ആലോചിച്ച് വെക്കുക. ഒരു നിരീശ്വരവാദിയായിട്ട് ഞങ്ങൾ സംവദിക്കാൻ പോകണം. എന്താ, അള്ളാഹു ദൈവമാണോ? ആദ്യം ദൈവം വേണ്ടേ? ദൈവം ഉണ്ടെങ്കിലല്ലേ, അതായത് ദൈവം ഉണ്ടെങ്കിലാണ് ദൈവത്തിൻ്റെ ക്വാളിറ്റീസ് എന്ത് എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് അത് അള്ളാഹു എന്ന് പറയുന്ന ഇസ്ലാമിക കൺസെപ്റ്റിലുള്ള ദൈവത്തിന് അത് യോജിക്കുന്നുണ്ടോ ഇല്ലേ, അത് ദൈവം ഉണ്ടെങ്കിലുള്ള കാര്യമാണ് അല്ലേ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ആശയം എന്താ, ദൈവം തന്നെ ഇല്ലാതാണ്. ഇല്ലാത്ത ദൈവത്തിന് ക്വാളിറ്റി ഉണ്ടാവുമോ? ആ ക്വാളിറ്റി അള്ളാഹുവിനുണ്ടോ എന്ന് എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുക? എന്ന് വെച്ചാൽ ഇയാൾക്ക് ഇത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള കുറച്ച് വാദങ്ങൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹോന്നതനാണോ എന്ന് വെച്ചാൽ ഇയാളുടെ ആവശ്യം ഇത്രേ ഉള്ളൂ. ഒരു സംവാദം എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും സംഘടിപ്പിച്ചിട്ട് അതിൽ ഇസ്ലാമിനെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും മുസ്ലിങ്ങളെയൊക്കെ കുറേ മോശം പറയണം. എന്നിട്ട് നമ്മൾ അതിങ്ങനെ പ്രതിരോധിച്ച് ഇങ്ങനെ നിൽക്കണം. അതിന് നമ്മളിങ്ങനെ അങ്ങനെയല്ല എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ പറയുന്നു, ഓക്കെ, നിങ്ങൾക്ക് ഇസ്ലാമിനെ എതിർക്കാം, ഇസ്ലാമിനെ നിങ്ങൾ എതിർത്തോളൂ, നിങ്ങൾ അതിനെ സംവദിക്കാൻ ഞങ്ങൾ റെഡിയാണ്. മറുഭാഗത്ത് നിങ്ങളുടെ ആശയം വേണം. അല്ലാതെ ഒരു സൈഡിലേക്ക് മാത്രം ചെരിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഡിയത്തിൽ എന്ത് ചെയ്യില്ല, ഫുട്ബോൾ നടക്കൂല. രണ്ട് ഭാഗവും പ്രതലം സെയിം ആയിരിക്കണം. ഇപ്പുറത്തെ ഭാഗത്ത് ഞങ്ങൾ ഇസ്ലാമിന് വേണ്ടി റെഡിയാണ്, ഇസ്ലാമിനെ പ്രതിനിധീകരിക്കാൻ ഞങ്ങൾ 100 വട്ടം റെഡിയാണ്. മറുഭാഗത്ത് നിങ്ങളുടെ ആശയത്തെ പ്രതിനിധീകരിക്കാൻ റെഡിയാവണം. അപ്പോൾ പറയണേ, പിന്നെ അള്ളാഹു ദൈവമാണോ അല്ലേ എന്നുള്ള വിഷയത്തിൽ 2 വാദങ്ങളുണ്ടല്ലോ, ദൈവമാണ് അല്ല എന്ന് വാദങ്ങളുണ്ടല്ലോ. വാദം 2 ഉണ്ടായപ്പോൾ 2 പ്രതലങ്ങൾ വേണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വേറൊരു സംവാദത്തിൻ്റെ ഒരു വെല്ലുവിളി മുന്നോട്ട് വെക്കാം. എക്സ് മുസ്ലിങ്ങൾ സാമൂഹ്യ ദ്രോഹികളോ? നിങ്ങളുടെ വാദം സാമൂഹിക ദ്രോഹികളല്ല, ഞങ്ങളുടെ വാദം സാമൂഹ്യ ദ്രോഹികളാണ്. അവിടെയാണ് ഞങ്ങൾ പറഞ്ഞത് ബാലൻസ്ഡ് ഡിബേറ്റ്. 2 പേർക്കും 2 ആശയപ്രതലങ്ങൾ ഉണ്ടാകണം, അത് പരസ്പരം ആശയപരമായി സംവദിക്കണം. അവിടെ വന്നിട്ട് തെറി പറയലും മോശം കാര്യങ്ങൾ പറയലും നടക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിന് ഈ വ്യക്തിയോ അല്ലെങ്കിൽ ഇത്തരക്കാരായ ആളുകളോ തയ്യാറായിട്ടില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ചാനലിൽ ഞങ്ങൾ റെഡിയാണ് എന്ന് പ്രഖ്യാപിച്ചിട്ട് ഇപ്പം ഏകദേശം 1.5 വർഷം കഴിഞ്ഞു. ഈ സംഭവങ്ങളൊക്കെ നടന്നിട്ട് 1.5 വർഷം കഴിഞ്ഞു. ഇതുവരേക്കും അതിന് തയ്യാറാവാത്ത ആൾക്കാരാണ് വീണ്ടും സ്വന്തം അണികളെ പറ്റിക്കാൻ വേണ്ടി അതിൽ ഡയലോഗ് ഇറക്കുന്നതും പിന്നെ അതിനും പറ്റൂല എന്ന് മനസ്സിലാകുമ്പോൾ നമ്മുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് ഡ്യൂപ്പിനെ വെച്ച് സംവദിക്കുകയും ചെയ്യുന്ന ഒരു ഗതികേട്. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും പറയുന്നു, ഞങ്ങൾ ഇനിയും തയ്യാറാണ്. ഞങ്ങളുടെ ചാനലിലെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സംവദിക്കാൻ പറ്റും. അതായത് നമ്മൾ സ്ഥിരമായി നമ്മുടെ ചാനലിൻ്റെ ലൈവ് സെക്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരുപാട് ആളുകൾ വന്ന് സംവദിച്ചു പോകുന്നു വളരെ മാന്യമായി. അവരാരും ഏതെങ്കിലും രൂപത്തിലുള്ള പരാതികൾ പറയാറില്ല. വളരെ മാന്യമായി അവർ സംസാരിക്കുന്നു, ഞങ്ങൾ സംസാരിക്കുന്നു. ഇനി സമയം വെച്ചുകൊണ്ടുള്ള നിശ്ചയിച്ചുകൊണ്ടുള്ള സമയമാണെന്നുണ്ടെങ്കിൽ അതാവാം. ഏത് രൂപത്തിലും നമ്മൾ ഈ കൃത്യമായ വ്യവസ്ഥകളോടുകൂടിയുള്ള അത്തരത്തിലുള്ള ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരുമിച്ച് കാണാൻ പറ്റുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങളിലൂടെ ഞങ്ങൾ ഇനിയും തയ്യാറാണ്. ഡ്യൂപ്പിനെ വെച്ചിട്ടും ഉഡായ്പ് കാണിച്ചിട്ടും അല്ല അത് സംവദിച്ചു എന്ന് വരുത്തി തീർക്കേണ്ടത്. ഞങ്ങളല്ലാത്ത ആളുകളോട് സംവദിക്കുക, എന്നിട്ട് ഞങ്ങളുടെ ഫോട്ടോയും വെക്കുക, ഇതൊക്കെ നിയമപരമായി തന്നെ പ്രശ്നമുള്ളത്. ഞങ്ങൾ അത്തരത്തിലുള്ള ചീട് കേസിൻ്റെ പിന്നാലെ ഞങ്ങൾ വരാൻ നിൽക്കുന്നില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ഒരു മാന്യതയും ഉളുപ്പും ഉണ്ടെങ്കിൽ അതിനാണ് തയ്യാറാവേണ്ടത്. അതല്ലാതെ ഇങ്ങനെ സ്വന്തം അണികളെ പറ്റിക്കാൻ വേണ്ടി എത്ര കാലം എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ പറ്റിച്ച് ജീവിക്കുക അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര കാലം എന്ന് വെച്ചിട്ട് ഇങ്ങനെ പറ്റിച്ച് ജീവിക്കുക. നമ്മൾ വളരെ മാന്യമായിട്ടുള്ള സംവാദങ്ങൾ നമ്മുടെ ചാനലിൽ നോക്കുക. നമ്മുടെ ചാനലിലെ ഡിബേറ്റ്സ് എന്ന് പറയുന്ന ആ പ്ലേലിസ്റ്റ് നോക്കിയാൽ തന്നെ ഒരുപാട് ആളുകൾ നിരീശ്വരവാദികളുമായി, ഫെമിനിസ്റ്റുകളുമായി, അതേപോലെ തന്നെ LGBT ആക്ടിവിസ്റ്റുകളുമായി, എക്സ് മുസ്ലിങ്ങളുമായിട്ടൊക്കെ നമ്മൾ ഒരുപാട് സംവദിച്ചിട്ടുണ്ട്. വളരെ മാന്യമായ സംവാദങ്ങളും സംസാരങ്ങളുമായിരുന്നു അതൊക്കെ. പക്ഷേ ഈ തരം ആളുകളെ അതിന് കിട്ടൂല.
അവരെന്ത് ചെയ്യുക, എന്തെങ്കിലും ഉടായ്പ കാണിച്ച് രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് വെക്കുന്നു, ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്താൽ ആയിട്ട് നമ്മുടെ ചാനൽ, നിങ്ങളുടെ ചാനലിൽ ഈ പറഞ്ഞ മാന്യമായ സംവാദം നടക്കൂല നിങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ചാനലിൽ അത് നടക്കും എന്നും ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. 100 കണക്കിന് അത്തരത്തിലുള്ള ചർച്ചകൾ ഞങ്ങളുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വളരെ മാന്യമായി കൊണ്ട് തന്നെ ഞങ്ങൾ അത്തരത്തിലുള്ള അവസരം ഒരുക്കിത്തരാൻ വീണ്ടും തയ്യാറാണ്. അത് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. അതല്ലാത്ത ഇങ്ങനെ ഇവരുമായിട്ട് നമ്മൾ ഓക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഇടയിൽ വന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരോട് നമ്മൾ പറയുന്നു ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക, നിങ്ങളുടെ നമ്പർ അതിലുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രതിനിധി നിങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യും, ഡേറ്റ് ഫിക്സ് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് അത്തരത്തിലുള്ള ചർച്ചകളുമായി മുന്നോട്ട് പോകാം എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. ആ രൂപത്തിൽ നമുക്ക് എല്ലാവരും ബാക്കിയുള്ള ഇത് കേൾക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള ഉടായ്പകൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അത് ഉടായ്പകൾ തിരിച്ചറിയുക. അതേപോലെ തന്നെ കൃത്യമായി ഇവരെന്തുകൊണ്ട് ഈ ഏതെങ്കിലും ആൾക്കാരായിട്ട് ഇങ്ങനെ ഇവർ നിശ്ചയിക്കുന്നതോ അല്ലെങ്കിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാഥമിക ധാരണയില്ലാത്തവരുമായിട്ട് ഇങ്ങനെ ഇവർക്ക് സംവദിക്കാൻ മണിക്കൂറുകൾ ഇവർക്കുണ്ടല്ലോ. ഇവരാണെങ്കിൽ ഓൺലൈനിൽ പെറ്റ് കിടക്കുവാണ് അല്ലേ, ഓൺലൈനിലൂടെയാണ് ഇവരുടെ എല്ലാ വരുമാനവും എല്ലാ കാര്യങ്ങളും. ആ ആളുകൾക്ക് എന്താണ് ഓൺലൈനിലൂടെ ഒരു ഇത്രയും ഈ 21-ാം നൂറ്റാണ്ടിൽ ഇത്രയും സംവിധാനങ്ങളുള്ള ഈ സമയത്ത് ഒന്ന് നേരിട്ട് സംവദിച്ചാൽ എന്താണെന്നുള്ളത് നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കി അല്ലേ. മണിക്കൂറുകളോളം ആളുകളുടെ പരദൂഷണം പറയാനും അതേപോലെ തന്നെ സമൂഹങ്ങൾക്കെതിരെ സമുദായങ്ങൾക്കെതിരെ വിദ്വേഷം ഉണ്ടാക്കാനൊക്കെ ഇവർക്ക് മണിക്കൂറുകളുണ്ട്. അതിനൊന്നും ഒരു പ്രശ്നമില്ല. അതിലൊരു 2 മണിക്കൂർ ഇരുന്നിട്ട് ഒന്ന് നേരിട്ട് സംവദിക്കാൻ ഇവർക്ക് എന്താ പറ്റാത്തത്? നമ്മൾ എത്ര കാലമായി വിളിക്കുന്നു. നമ്മളെപ്പോഴും നമ്മുടെ എല്ലാ വീഡിയോൻ്റെയും താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇവർക്ക് എപ്പോഴെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇവർ രജിസ്റ്റർ ചെയ്താൽ നമുക്ക് ഇത്തരത്തിലുള്ള നേരിട്ടുള്ള ചർച്ചകൾ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവർക്ക് ഇതിന് സാധിക്കില്ല. നേരിട്ട് ആശയപരമായി നേരിട്ട് ഏറ്റുമുട്ടാൻ ഇവർക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് പിന്നെ പറയുന്നത് വെച്ചാൽ അത് എന്താ പറയുക, ഓഫ്ലൈൻ വേദി, നമ്മൾ ഓഫ്ലൈൻ ആയിട്ടുള്ള അത്തരത്തിലുള്ള വേദികളുടെ അവസരങ്ങൾ വരെ നമ്മൾ നമ്മുടെ ഫ്രിക്ഷൻ റൂം എന്ന പേരിൽ ഓഫ്ലൈൻ ആയിക്കൊണ്ടുള്ള ചർച്ചാ വേദികളടക്കം നമ്മൾ സംഘടിപ്പിച്ചു. ഇപ്പോൾ 2 സംവാദങ്ങൾ ഒരു ഫെമിനിസ്റ്റുമായിട്ടുള്ളൊരു സംവാദം, എത്തീസ്റ്റുകൾ എസൻസിൽ സംസാരിക്കാറുള്ള 2 വ്യക്തികളുമായിട്ടുള്ള സംവാദം അടക്കം നമ്മൾ സംഘടിപ്പിച്ചു. അതിലൊക്കെ അവരൊക്കെ എന്താ വെച്ചാൽ വളരെ മാന്യമായി വേറെ ഉടായ്പകളൊന്നും കാണിക്കാതെ വന്നിട്ട് സംവദിക്കാൻ റെഡിയാവുന്നതുകൊണ്ട് ഓഫ്ലൈൻ ആയിട്ടുള്ള സംവാദങ്ങൾ വരെ നമ്മൾ സംഘടിപ്പിച്ചു. ഇവർ അതിനൊന്നും റെഡിയാവില്ല അല്ലേ. ഇവർ നമ്മൾ പറയണം ഇവർക്ക് ഇതിന് തയ്യാറാണെന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ ആയിട്ടുള്ള ഫ്രിക്ഷൻ റൂം അതിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അത് ഇവർക്ക് ഫില്ല് ചെയ്യാം. അത് ഇവർ ചെയ്യൂല, ഓൺലൈനായിട്ട് തയ്യാറാവില്ല, ഒന്നുമില്ല. എന്നിട്ട് ഇവർക്ക് എന്ത് ചെയ്യണം, കുറച്ച് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏകപക്ഷീയമായ വിഷയങ്ങൾ ഇട്ടിട്ട്, ഇസ്ലാമിനെയോ മുസ്ലിങ്ങളെയോ തെറി പറയാനുള്ള കുറച്ച് വിഷയങ്ങൾ ഇട്ടിട്ട് അതിൻ്റെ പേരിൽ കുറച്ച് കണ്ണിൽ പൊടിയിടുന്ന തന്ത്രങ്ങൾ മാത്രമാണ് ഇവർ നടത്തുന്നത്. ആശയപരമായി നേരിട്ട് ഏറ്റുമുട്ടാൻ ഇവർക്ക് സാധ്യമല്ല. അത് മാത്രമല്ല ഇവരെ നമ്മൾ വെറുതെ പറയുന്നതല്ല, ഇവരുടെ ഓരോ കളവുകളും നമ്മൾ പൊളിച്ചെഴുതിക്കൊണ്ട് ലൈവ് എക്സ്പോസ്ഡ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സീരീസ് തന്നെ, പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലിലുണ്ട്. ഇതൊക്കെ നമ്മൾ കൃത്യമായി ആളുകളുടെ മുമ്പിൽ വരച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആളുകൾക്കത് വിലയിരുത്താം, കാണാം. അതേപോലെ തന്നെ അതിലുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെക്സ്ച്വലി വെരിഫൈ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ആ രൂപത്തിൽ കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി പഠിക്കാനും ഇത്തരം ഉടായ്പകൾ തിരിച്ചറിയാനും എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. അസ്സലാമു അലൈക്കും.